ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയാണ് ഒമാൻ. ഒമാനിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികൾക്കും യാത്രക്കാരുമായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി കർശന ആരോഗ്യ മാർഗരേഖകൾ പുറത്തിറക്കി കഴിഞ്ഞു. കോങ്കോയിലും ഉഗാണ്ടയിലും എബോളയുടെ ബുന്ദിബുഗ്യോ എന്ന അപകടകരമായ വകഭേദം പടരുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര നീക്കം. ആഫ്രിക്കയിൽ പടരുന്ന മാരകമായ എബോള വൈറസ് വകഭേദം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും മെഡിക്കൽ റെസ്പോൺസ് വിഭാഗവും സംയുക്തമായാണ് അതീവ ജാഗ്രതയോടെ ഈ പുതിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ വഴിയുള്ള രോഗവ്യാപന സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രോഗലക്ഷണങ്ങളുള്ള യാത്രക്കാരെ കണ്ടെത്തുന്നതിലും അവയെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിലും വിമാന കമ്പനികൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഒമാൻ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒമാനിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും യാത്ര പുറപ്പെടുന്നതിന് മുൻപും യാത്രക്കിടയിലും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി നിരീക്ഷിക്കണം. വിമാനയാത്രക്കിടയിൽ ഏതെങ്കിലും യാത്രക്കാരന് എബോളയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിമാന കമ്പനികൾ ഒമാൻ എയർപോർട്ട് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചിരിക്കണം. ഇതിലൂടെ വിമാനത്താവളത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ സജ്ജമാക്കാനും രോഗിയെ മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ ഉടനടി ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റാനും സാധിക്കും. യാത്രക്കാരുടെ യാത്രാ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമുകൾ യാത്രക്കാർ കൃത്യമായി പൂരിപ്പിച്ചു നൽകണം. വിവരം മറച്ചുവെച്ച് യാത്ര ചെയ്യുന്നത് കടുത്ത നിയമ നടപടികൾക്ക് കാരണമാകും. വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരെ തെർമൽ സ്ക്രീനിങ്ങിലും മറ്റ് പ്രാഥമിക മെഡിക്കൽ പരിശോധനകൾക്കും വിധേയമാക്കും. സംശയാസ്പദമായ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒമാൻ CAA ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എബോള വൈറസ് വ്യാപനത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന നൽകിയ ആഗോള ആരോഗ്യ മുന്നറിയിപ്പുകളുടെയും ശാസ്ത്രീയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തങ്ങളുടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. രോഗത്തിന്റെ പകർച്ചാരീതികളെക്കുറിച്ചും അതിന്റെ തീവ്രതകളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ടാകേണ്ടത് ആരോഗ്യ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. കോവിഡ് പോലെയുള്ള മഹാമാരികളിൽ നിന്ന് വ്യത്യസ്തമായ എബോളയുടെ വ്യാപന രീതിക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് ഒമാൻ CAA വ്യക്തമാക്കുന്നു. എബോള വൈറസ് വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല. അതായത് രോഗബാധിതനായ ഒരാൾ ശ്വാസമെടുക്കുന്നത് കൊണ്ടോ ചുമയ്ക്കുന്നത് കൊണ്ടോ വായുവിലൂടെ ഈ രോഗം മറ്റൊരാളിലേക്ക് എത്തില്ല. എന്നാൽ രോഗബാധിതരായ വ്യക്തികളുടെ ശരീരദ്രാവകങ്ങളോ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കിടക്കകൾ തുടങ്ങിയ വസ്തുക്കളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെ രോഗം വളരെ വേഗത്തിൽ പകരും. അതുകൊണ്ടാണ് രോഗബാധിതരെ പൂർണ്ണമായും ഐസൊലേഷൻ വാർഡുകളിൽ പാർപ്പിച്ച് മാത്രം ചികിത്സ നൽകുന്നത്. നിലവിൽ ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധരുടെയും ഭരണകൂടത്തിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത് ആഫ്രിക്കയിൽ പടരുന്ന വൈറസിന്റെ ജനിതക മാറ്റങ്ങളാണ്. കോങ്കോ ജനാധിപത്യ റിപ്പബ്ലിക്കിലും ഉഗാണ്ടയിലും ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എബോള വൈറസിന്റെ മറ്റൊരു വകഭേദമാണ്. മുൻപ് കണ്ടെത്തിയ ചില എബോള വകഭേദങ്ങൾക്ക് പ്രതിരോധ വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പുതിയ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനുകളോ പ്രത്യേക ആന്റിവൈറൽ ചികിത്സകളോ ലഭ്യമല്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലക്ഷണങ്ങൾക്കനുസരിച്ച് ഈ താൽക്കാലിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നൽകാൻ സാധിക്കുന്നത്. രോഗബാധിത പ്രദേശങ്ങളിലെ പ്രതിസന്ധികൾ രോഗവ്യാപനത്തിന്റെ ആക്കം കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 900-ലധികം എബോള കേസുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ട്രൈറ്റോസ് അദാനോം ഗബ്രിയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ മേഖലയിലെ നിലവിലുള്ള ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും ഭീതിയും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ സമൂഹത്തിനുണ്ടാകുന്ന അവിശ്വാസവും പ്രതിരോധ പ്രവർത്തനങ്ങളെ കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അന്താരാഷ്ട്ര യാത്രാ വിലക്കുകളും നിരീക്ഷണങ്ങളും കർശനമാക്കുകയും ചെയ്താൽ മാത്രമേ ഈ മാരക വൈറസ് മറ്റു രാജ്യങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിക്കൂ. വൈറസ് ബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നവർ കാട്ടുമൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും കൈകൾ പതിവായി സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം യാത്രക്കാരോട് കർശനമായി ആവശ്യപ്പെടുന്നുണ്ട്.